രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ തലേ ദിവസം ഇഡ്ഡലിക്കോ അല്ലെങ്കിൽ ദോശയ്ക്കോ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. രാവിലെ പിന്നെ പ്രത്യേകിച്ച് എളുപ്പത്തിൽ അങ്ങോട്ട് വേഗം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ തലേ ദിവസം മാവ് അരച്ച് വെച്ചു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കി മാവ് അവിടെ അടച്ച് വെക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കുറച്ച് മാവ് എടുത്ത് ഇതാ ഇഡ്ഡലിക്കുള്ളതൊക്കെ ബാറ്ററൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ റൂം ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന്. അങ്ങനെ ആദ്യം തന്നെ റൂമിലെ മാറാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടോ. ഈ ജനലൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടില്ലെങ്കിലേ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്നൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടി തട്ടുന്ന ഈ ഒരു സാധനം ഞാൻ മീഷോന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനത് ചെറുതാക്കിയിട്ടാണ് എനിക്ക് സുഖം തോന്നുന്നത്. അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിടണം. പിന്നെ നമ്മൾ ഈ ഒരു ഈ ലൗന്ന് എഴുതിയതിൻ്റെ മേലൊക്കെ നന്നായിട്ട് തന്നെ പൊടിയുണ്ട്. അപ്പോൾ ഞാനത് എടുക്കുന്നതോറും ഓരോന്നോരോന്ന് താഴെ വീഴാണ്. സാരമില്ല, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം എടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ മേലുള്ള പൊടിയൊക്കെ തട്ടി ഞാൻ ബെഡ്ഷീറ്റും വിരിച്ചിട്ടുണ്ട്. ഇതും നമ്മൾ മീഷോന്ന് വാങ്ങിച്ചാണ്. പിന്നെ നമ്മളെ ഇതിമോളെ തൊട്ടിലിൻ്റെ കയർ ഇതുവരെ അയച്ചിട്ടില്ല കേട്ടോ. നമുക്ക് എത്തൂല, ആരെങ്കിലും ഒന്ന് കിട്ടണം അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ മത്തി നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യല്ലോ. അപ്പോൾ അതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അയില മീൻ കറി വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോൻ്റെ ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാം. ബൈ.